അങ്ങനെ വെള്ളത്തിലെ കളികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പറമ്പിലോട്ട് ഇറങ്ങാൻ പോലെ മനെ ടാറ്റ കൊടുത്തേരും. താഴേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കയ്യാല സ്റ്റെപ്പാകട്ടെ, ചെറിയൊരു കൈവരി എന്ന് പറയാം. അതിൻ്റെ സൈഡിലെല്ലാം നല്ല ശരിക്കും കാടായി തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് പറിച്ച് ഒന്ന് വൃത്തിയാക്കണം. അതിന് ശേഷം വേണം നമ്മുടെ പറമ്പിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാൻ. ഇതിപ്പോൾ നേരെ പോവുകയാണേ കൊക്കോയുടെ ചോട്ടിലോട്ട്. കൊക്കോക്ക ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ടേ പോവുക. പുള്ളിക്ക് കൊക്കോ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ്. അധികം നമ്മളങ്ങനെ കൊടുക്കുന്നത് നല്ലതൊന്നുമല്ല. കൊക്കോ പഴുത്തിട്ടില്ലേ? കൊക്കോ നമുക്ക് പഴുക്കുമ്പോഴത്തേനും പറിക്കാം. അത് പച്ചയാ. കണ്ടില്ലേ, പച്ചയാണേ. ആദ്യം നമ്മൾ തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഈ കയ്യാലയിലെ ഈ ചപ്പെല്ലാം ഒന്ന് പറിച്ച് കളയണം. ചപ്പ് പറിച്ച് കളഞ്ഞ് ഈടി വൃത്തിയായെങ്കിലല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം ഇവിടെ വാ, അവിടോട്ടൊക്കെ പോയി വീടും പൊന്ന് തൊത്ത് നമുക്ക് പിന്നെ പറിക്കാം. ബാ, ഇനി വന്നാട്ടെ, കുഞ്ഞിവിടെ നിന്നാട്ടെ കേട്ടോ. ഇത് കണ്ടോ, ഈ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു കൈവരിത്തോടാണേ. അലക്കാനും കുളിക്കാനും ഒക്കെ ആൾക്കാർ വരുന്ന തോടാ ഇത്. പതിയെ ഇറങ്ങണം, സൂക്ഷിച്ചൊക്കെ ഇറങ്ങണേ. കാടെല്ലാം പറിച്ച് വൃത്തിയാക്കണ്ടേ? ഇത് കണ്ടില്ലേ പറമ്പെല്ലാം കിടക്കുന്നേ? അതെല്ലാം ഒടിഞ്ഞു പോയി മോനെ. മൂട്ടിൽ ഇത് കണ്ടില്ലേ, മൊത്തം മണ്ണെല്ലാം ഒരുമാതിരി ദ്രവിച്ച അവസ്ഥയാണ്. അതെ, ഈ മഴ പെയ്യുമ്പോഴേ ഇത് കണ്ടില്ലേ, കൊക്കോടെ ചൂട് കണ്ടോ? നമ്മുടെ കൊക്കോ പോകാറായി. അതെ, എന്നാ ചെയ്യാൻ? പച്ചക്കൊക്കെ പറിച്ചാൽ നമുക്ക് തിന്നാൻ കൊള്ളത്തില്ല. അതൊരുമാതിരി ലൈറ്റ് മഞ്ഞ കളറാവണം, എങ്കിലേ അത് പഴുത്തായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ, നമുക്ക് തിന്നാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിപ്പം വീടല്ലേ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായി പുല്ലങ്ങോട്ട് കിളുക്കുന്നത്. കിളുത്ത് കഴിയുമ്പോഴത്തേനും ഈ വീഡിയോയിലെല്ലാം കൂടി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളറിയത്തില്ലല്ലോ. കാരണം ചെറിയ കയ്യാലക്കെട്ട് ആകുമ്പം, അതുപോലെ നമ്മൾ ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ ഭാഗത്തും നമുക്ക് പറയാൻ പറ്റത്തില്ല അവിടെ എന്തെങ്കിലും ഇഴജന്തുക്കളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതിനടിയിലോട്ട് ബാ. പിന്നെ ഞാനീ എടുക്കുന്ന ചില വീഡിയോയ്ക്കൊക്കെ നമുക്ക് പോരായ്മകളുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്കൊരു ഒരാൾ എടുത്തു തരാനോ എടുക്കാനോ ഒന്നുമില്ല. കാരണം അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ വീഡിയോയ്ക്കുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുക കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പേരയ്ക്ക പറിക്കുന്ന വീഡിയോ ആണ്. സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഹലോ ഗൈസ്, നമ്മുടെ പഴുത്താ പറിക്കാം അല്ലേ? നമ്മൾ പഴുത്ത പേരയ്ക്ക പറിക്കാം. പേരയ്ക്ക പറിക്കാനേ പറമ്പിലോട്ട് പോവാം. പഴുത്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, എന്തായാലും പോയി നോക്കാം. പേരയ്ക്ക ഉണ്ടോന്ന് അറിയത്തില്ല, അപ്പൊ പേരയ്ക്ക ഒന്ന് നോക്കാന്ന് പറഞ്ഞ്. എന്നാണേ? പേരയ്ക്ക ഉണ്ടോന്ന് നോക്കാനായിട്ടൊന്ന് പോവാ. എന്തോ ഉറക്കം പറ, കേക്കത്തില്ല. എന്നാ വാ പോകാം, പറമ്പ് വൃത്തിയാക്കാം. അങ്ങനെ ഈ സൈഡിൽ നിന്ന് കാടുകളെല്ലാം പറിച്ച് ഇപ്പം താഴെ ആ ഭാഗത്തെ വാഴ ഒടിഞ്ഞു കിടക്കുന്നത് അതെല്ലാം പറക്കണം. മീൻപെട്ടി എല്ലാം എടുത്ത് മാറ്റണം. എന്നിട്ട് കണ്ടില്ലേ, ഇതെല്ലാം തൂത്ത് വരാൻ. വീടല്ലേ? ആദ്യം കൊക്ക പറിക്കുവാണോ? ആദ്യം വീടല്ലേ? കൊക്ക പറിക്കുന്ന വീടല്ലേ?
നിന്റെ തോട്ടി കൊള്ളാവല്ലോടാ. ഞാൻ മരത്തിൽ വെച്ചു. ആ കൊള്ളാവല്ലോ. ഇതാകുമ്പോൾ കത്തിയൊന്നും വെച്ച് കെട്ടണ്ട. ഒരെണ്ണം മതി. അതേ ബാക്കിയൊക്കെ വിളയട്ടെ. അവന് കുഞ്ഞിനും കൂടെ കൊടുക്കുമോനെ. എന്നാ കുഞ്ഞാ കളയല്ല. മോൻ തൊത്ത പറിക്കാറായില്ല. ഇത് കണ്ടോ, നമ്മളെ പറമ്പിലിറങ്ങിയപ്പോഴേ അടയ്ക്ക, ഇവിടെ ഒരു അടയ്ക്കാമരം നിൽപ്പുണ്ട്. അതിനകത്തുനിന്ന് വീഴുന്ന ഇതൊക്കെ കുറച്ച് ഞാൻ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ എടുക്കാനൊക്കെ പറ്റും. അതെ, ജോലിയാണേ. അങ്ങനെ നമ്മുടെ പറമ്പൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ തെളിച്ചിട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കല്ലേ.